ഹലോ എവരിവോൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ഹെയർ കട്ട് വ്ളോഗാണ് കേട്ടോ. ഒരുപാട് പേര് എന്നോട് ഹെയർ കട്ട് ചെയ്യുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാനൊരു 4 മന്ത് മുന്നെയാണ് ഹെയർ കട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നാളോടെ കഴിഞ്ഞിട്ട് ഇനി അടുത്തൊരു ഹെയർ കട്ട് പ്ലാൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഹെയർ കട്ട് ചെയ്യാത്തത് കേട്ടോ. അപ്പോൾ എൻ്റെ സിസ്റ്ററിനാണ് ഇന്ന് ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗാണ്. അപ്പം നമ്മൾ കുഞ്ഞിനെയും കൊണ്ടുകൂടാണ് പോയത്. അവളെ ഞാൻ മാനേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പോയത്. പക്ഷെ പോയി കഴിഞ്ഞപ്പം അവൾക്ക് കുറച്ച് ദിവസം മുന്നേയൊക്കെ പനിയൊക്കെ ആയിരുന്നു. പനി ആയതിൽ പിന്നെ ആരുടെ കയ്യിലോട്ടും അവൾ പോകത്തില്ല. ആരൊക്കെ ഇനി വാങ്ങിയെന്ന് പറഞ്ഞാലും അവൾ ആരുടെ അടുത്തും പോകത്തില്ല. അമ്മയുടെ കൂടെ തന്നെ ഇരിക്കത്തുള്ളൂ എന്ന് വാശി പിടിച്ചാണ് പോയത്. അപ്പം ഞാനൊക്കെ എടുക്കാൻ പോകുമ്പോൾ അവൾ സമ്മതിക്കത്തില്ല. അവളുടെ അമ്മയുടെ കൂടെ തന്നെ ഇരിക്കത്തുള്ള നിർബന്ധമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവളെ വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഹെയർ കട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ ആൾ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ആദ്യമൊക്കെ കുറച്ചൊക്കെ ആക്റ്റീവായി വന്നെങ്കിലും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ഒരു ഇതൊക്കെ അങ്ങ് മാറി കരച്ചിലൊക്കെ ആയി. പിന്നെ ഇടയ്ക്കൊരു 5 മിനിറ്റൊക്കെ എൻ്റെ കയ്യിലിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെയും അവൾ അമ്മയുടെ അടുത്ത് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരഞ്ഞ് അങ്ങ് തിരിച്ച് പോകുമായിരുന്നു. അപ്പോൾ ഹെയർ കട്ടിൽ ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഹെയറിലെ ടാങ്കിൾസ് കാര്യങ്ങളെല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഹെയർ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കോംബ് ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്തിട്ടാണ് വന്നത്. ഹെയർ വാഷ് ചെയ്ത് വന്നിട്ട് പിന്നെ ഒന്നുകൂടെ കോംബ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഹെയർ ഓരോ സെക്ഷനായിട്ട് മാറ്റുന്നുണ്ട്. കാരണം നമുക്ക് ലെയർ കട്ട് ചെയ്യണം. ലെയർ കട്ടാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. പറയാൻ ഞാൻ മറന്നുപോയി, ലെയർ കട്ടാണ്. കാരണം ഹെയറിന് തിക്നെസ് വളരെ കുറവാണ്. അതുപോലെ ഇപ്പോൾ ലെങ്ത്ത് പറയുകയാണെങ്കിലും വലിയ ലെങ്ത് ഒന്നുമില്ല, അത്യാവശ്യത്തിലുള്ള ലെങ്ത് ഉണ്ട്. പക്ഷേ തിക്നെസ് നല്ല കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലെയർ കട്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ഓരോ സെക്ഷനായിട്ട് മാറ്റിയിട്ടുള്ള ഹെയർ ഇല്ലേ, അത് പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ലെയേഴ്സ് കട്ട് ചെയ്യുന്നത് അവർക്കല്ലേ അറിയുമോ, അത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ഓരോ ഭാഗം എടുക്കുന്നു, കട്ട് ചെയ്യുന്നു. അങ്ങനെ കുറേ ടൈം എടുത്തു അത്യാവശ്യം ഒന്ന് കട്ട് ചെയ്ത് വരാൻ. കാരണം നമ്മുടെ കയ്യിൽ കുഞ്ഞിനെ മാനേജ് ചെയ്ത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കുമല്ലോ. അവളാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ കുറച്ച് ആക്റ്റീവായിട്ട് പിന്നെയും കരഞ്ഞ് അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ കുറച്ചൊന്ന് ടൈം എടുത്തു. ബാക്കിലുള്ള ഹെയർ ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഫ്രണ്ടിലുള്ള ആ ഒരു ബാങ്ക്സ് ഒക്കെ കട്ട് ചെയ്തിട്ടില്ലേ, അങ്ങനെ അത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം അതും ഓരോ സെക്ഷനായിട്ട് എടുത്തിട്ടാണ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴെല്ലാം നമ്മുടെ കുഞ്ഞാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടന്ന് അലമ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളുടെ കൈയൊക്കെ നമ്മൾ പിടിച്ച് വെച്ചിട്ടാണ് ഹെയർ കട്ട് ചെയ്തത്. അവളിങ്ങനെ എന്താണ് ഈ ഹെയറിൽ കാണിച്ച് കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് നോക്കിക്കൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ നമ്മളതൊക്കെ മാനേജ് ചെയ്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. അവളുടെ നോട്ടം കണ്ടറിയാം, ഇത് എന്താ ഇവിടെ സംഭവിക്കുന്നത്, എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള നോട്ടമാണ്. പിന്നെ നമ്മൾ ഹെയറിൽ ക്ലിപ്പ് ചെയ്യുന്ന ആ ക്ലിപ്പൊക്കെ വെച്ചിട്ട് അവൾക്ക് കൊടുത്ത് നമ്മളങ്ങനെ കരച്ചിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ബ്ലോ ഡ്രൈ ചെയ്യുകയാണ്. കാരണം ഏകദേശം കട്ട് ചെയ്ത് കഴിഞ്ഞു. പിന്നെ നമ്മൾ ബാക്കിലുള്ള ഹെയറെല്ലാം ബ്ലോ ഡ്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ എല്ലാം ഓർമ്മ വരുന്നത്, ഞാൻ ഹെയർ കട്ട് ചെയ്തതിന് ശേഷം ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞ് പിന്നെ ഞാൻ തിരിച്ച് പോയപ്പോൾ ബൈക്കിലാണ് പോയത്. അപ്പം കാറ്റടിച്ചിട്ട് എൻ്റെ ഹെയർ ഫുള്ള് കുളമായിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സെറ്റ് ചെയ്തിട്ട് പോകാൻ കുറച്ച് കഴിയുമ്പോഴത്തേക്കിന് പെട്ടെന്ന് അത് ബോറാവും. ചില ഹെയറിൽ അങ്ങനെ നിന്നോളും. പക്ഷേ എൻ്റെ ഹെയറിൽ പെട്ടെന്ന് തന്നെ അത് പഴയ ഒരു ടെക്സ്ചറിലോട്ട് തന്നെ എൻ്റെ ഹെയർ മാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്ലോ ഡ്രൈ ചെയ്യുമ്പോൾ എല്ലാം എനിക്കതാണ് ഓർമ്മ വരുന്നത്. എൻ്റെ ഹെയറിൽ അങ്ങോട്ട് ലാസ്റ്റ് ചെയ്യത്തില്ലേ ബ്ലോ ഡ്രൈ ചെയ്യുമ്പം. അങ്ങനെ പിന്നെ അവൾ കുറച്ചും കൂടെ കരച്ചിലേക്ക് ആയപ്പോഴത്തേക്കും നമ്മൾ പെട്ടെന്ന് ബ്ലോ ഡ്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു.
ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതാണ് ഫൈനൽ ഔട്ട്ലുക്ക്. ഹെയറിന് തിക്നെസ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ആ ലെയേഴ്സ് പെട്ടെന്ന് അങ്ങോട്ട് അങ്ങനെ ഡിഫൈനായിട്ട് കിടക്കത്തുമില്ല, പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റത്തില്ല. അത് തിക്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഹെയർ സെറ്റ് ചെയ്ത് കഴിയുമ്പം നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ഹെയർ നമുക്ക് സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളൊരു ഭംഗി വേറെയാണല്ലോ. അങ്ങനെ അങ്ങനെ നമ്മൾ ഹെയർ കട്ടിന് ശേഷം കുറച്ച് ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെയുള്ള ഓർണമെൻറ്റ്സിൻ്റെ കളക്ഷൻസൊക്കെ നമ്മൾ നോക്കി. അപ്പം അവിടെ നമ്മൾ ആ ഇത്തടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞത് നേരത്തെ റെൻറ്റിനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു, ഇപ്പം അങ്ങനെ കൊടുക്കുന്നൊന്നും ഇല്ലെന്നാണ്. പക്ഷേ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ കയറി ചെല്ലുന്ന ഫ്രണ്ടിൽ തന്നെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും ഇത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം. ഇത് എങ്ങനെയാണ് ഹെയർ വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ പോയപ്പോൾ ഭയങ്കര ചൂടാണല്ലോ ഈ സമയത്ത്, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്തുള്ള ഒരു ബേക്കറി കയറിയിട്ട് 2 ലൈം കുടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ കസ്കസ് ഈ ലൈമിനകത്ത് ഇങ്ങനെ ഫ്ലോട്ടായി പോകുന്നതാണ് നല്ല രസമുണ്ട്. അപ്പോൾ ഞാനതിങ്ങനെ സൂം ചെയ്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിങ്ങനെ കാണാൻ ഒരു രസം, ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട്. അങ്ങനെ നമ്മൾ ലൈമൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി വീട്ടിലേക്ക് പോകുമായിരുന്നു. വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ അത് പോകാനായിട്ട് ഞാൻ ബസ്സിൽ കയറാൻ നിന്നപ്പോൾ നമ്മുടെ ലേഹൂട്ടനെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി. ലേഹൂട്ടനാണെന്നുണ്ടെങ്കിൽ എന്നെ വിട്ട് പോകത്തേ ഇല്ല, എൻ്റെ കൂടെ തന്നെ നിൽക്കുകയാണ്. ബാക്കി എല്ലാവരും തള്ളിക്കളഞ്ഞിട്ട് ഞാൻ മതിയെന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഇങ്ങനെ അങ്ങ് നിൽക്കുമായിരുന്നു കേട്ടോ, പാവം. അത് കഴിഞ്ഞ് പിന്നെ 2-3 ബസ്സങ്ങ് പോയി. അപ്പോൾ ഇനിയും നിന്ന് ഞാൻ പോകുമ്പോൾ തന്നെ 8 മണിയൊക്കെ ആവും എന്നുള്ളതുകൊണ്ട് തന്നെ ആ ടൈം എൻ്റെ കസിൻ ഒരു ബ്രദർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ആളുടെ കൊടുത്തു വിട്ട് നമ്മൾ വീട്ടിലേക്ക് ആക്കിയേക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പിന്നെ നമ്മൾ അത് കഴിഞ്ഞ് അടുത്ത ബസ് വന്നപ്പോഴത്തേന് കയറി. അപ്പം എൻ്റെ സ്റ്റോപ്പ് എത്തിയപ്പോൾ അവിടെ കുറേ പടക്കമൊക്കെ പൊട്ടിക്കുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പരിപാടി എന്ന് അറിയത്തില്ല. ഞാൻ പിന്നെ കുറച്ചിന് കണ്ടുകൊണ്ടൊക്കെ നിന്നു. പിന്നെ തിരിച്ച് വീട്ടിൽ വന്നിട്ട് നമ്മുടെ വല്യത്താടെ സ്പെഷ്യൽ ചെമ്മീൻ കറിയൊക്കെ കഴിച്ചു. അപ്പം അത്രേ ഉള്ളൂ.